ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഗാസയെ പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾ മധ്യപൂർവേഷ്യയിൽ പുതിയൊരു രാഷ്ട്രീയ ഭൂമിക സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കി ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഈ നീക്കം ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ആഴത്തിലുള്ളതാണ്. ഇത് കേവലം ഒരു സൈനിക നീക്കം മാത്രമല്ല, മറിച്ച് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ അതിജീവനത്തിനായുള്ള ഒരു ശ്രമം കൂടിയാണ്. ഗാസ യുദ്ധത്തിന് മുമ്പ് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതം വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. അഴിമതി ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ പരിഷ്കരണങ്ങൾക്കുമെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണിയായിരുന്നു. ഇസ്രയേൽ നെതന്യാഹുവിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും സുരക്ഷാ വീഴ്ചയാണ് ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് കാരണമായതെന്ന ആരോപണവും അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഗാസയിൽ യുദ്ധം ആരംഭിക്കുന്നത്. ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള യുദ്ധം നെതന്യാഹുവിന് തന്റെ അധികാരം ഉറപ്പിക്കാനും രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കാനുമുള്ള ഒരു അവസരമായി മാറി. എന്നാൽ യുദ്ധം നീണ്ടുപോകുമ്പോൾ ബന്ദികളുടെ മോചനം വൈകുന്നതിലും സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലും പ്രതിഷേധിച്ചും ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ഗാസയെ പൂർണ്ണമായും പിടിച്ചടക്കുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ സ്വന്തം മന്ത്രിസഭയിൽ പോലും എതിർപ്പുകൾ നേരിടാൻ കാരണമായി. പലസ്തീൻ ജനതയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെതന്യാഹുവിന്റെ നീക്കമെന്ന ആക്ഷേപവുമുണ്ട്. ഇത് പലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് കൂടുതൽ ശക്തമാക്കാനും ഭാവിയിൽ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്താനും സാധ്യതയുണ്ട്. ഗാസയെ പൂർണ്ണമായും പിടിച്ചടക്കുക എന്നത് സൈനികമായി ഒരു ദുർഘടമായ ദൗത്യമാണ്. 2.3 ദശലക്ഷത്തിലധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണിത്. ഇസ്രയേലിന്റെ സൈന്യത്തിന് നിരന്തരമായ ഗറില്ല ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഹമാസിനെ ഇല്ലാതാക്കിയാൽ പോലും പുതിയ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉടലെടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് ഇസ്രയേൽ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുകയും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുകയും ചെയ്യും. സാമ്പത്തികമായി നോക്കിയാൽ തകർന്ന ഒരു പ്രദേശം പുനർനിർമ്മിക്കാനും അവിടുത്തെ ജനങ്ങളെ നിയന്ത്രിക്കാനും ഇസ്രയേലിന് വലിയ സാമ്പത്തിക ബാധ്യതകളും ഉണ്ടാകും. അടിസ്ഥാന സൗകര്യങ്ങൾ നന്നാക്കുക, ഭക്ഷണം, വെള്ളം, വൈദ്യുതി തുടങ്ങിയവ വിതരണം ചെയ്യുക, ആരോഗ്യ സംരക്ഷണം നൽകുക എന്നിവയെല്ലാം ഇസ്രയേലിന്റെ ഉത്തരവാദിത്തമായി മാറും. ഇത് ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതവും ഏൽപ്പിക്കും. ഗാസയിലെ നെതന്യാഹുവിന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ശക്തമായ എതിർപ്പാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ, യൂറോപ്യൻ യൂണിയൻ, അറബ് ലോകം തുടങ്ങിയവർ ഈ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഈ നീക്കങ്ങൾ പലസ്തീൻ ജനതയുടെ മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്നു വെന്ന് അവർ ആരോപിക്കുകയും ചെയ്യുന്നു. ഇത് ഇസ്രയേലിനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനും ഇടയാക്കും. ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്ക പോലും നെതന്യാഹുവിന്റെ ഈ നിലപാടിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗാസയിലെ അധിനിവേശം മധ്യപൂർവേഷ്യൻ മേഖലയിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുമെന്ന് അമേരിക്കൻ ഭരണകൂടം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പലസ്തീൻ പ്രശ്നത്തിന് 2 രാഷ്ട്രങ്ങളുള്ള പരിഹാരമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. നെതന്യാഹുവിന്റെ നീക്കങ്ങൾ ഈ പരിഹാര സാധ്യതകളെ ഇല്ലാതാക്കിയേക്കാം. ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാനുള്ള ഇസ്രയേലിന്റെ മുൻകാല ശ്രമങ്ങൾ പരാജയപ്പെട്ടതുപോലെ ഗാസയിലെ നെതന്യാഹുവിന്റെ ആക്രമണങ്ങളും ഇറാനെ കൂടുതൽ ശക്തമാക്കാൻ കാരണമായേക്കാം. ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഇസ്രയേലിനെതിരെ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും ഇത് പ്രേരിപ്പിക്കും. നെതന്യാഹുവിന്റെ ഗാസ പദ്ധതി ഇസ്രയേലിന്റെ ഭാവിയെ വലിയ രീതിയിലും സ്വാധീനിച്ചേക്കാം. ഗാസയെ പൂർണ്ണമായി കീഴടക്കുന്നത് ഇസ്രയേലിന് ഒരു ദീർഘകാല യുദ്ധത്തിലേക്കും അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടലിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട്. ഈ നീക്കം ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഗുണകരമല്ലെന്ന് പലരും വിശ്വസിക്കുന്നു. നെതന്യാഹുവിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ അതിജീവനത്തിനായുള്ള ഈ നീക്കങ്ങൾ ഇസ്രയേലിന്റെ ദീർഘകാല സുരക്ഷാ താൽപര്യങ്ങൾക്ക് വിരുദ്ധവുമാണ്. ചുരുക്കത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഗാസ പദ്ധതി ഇസ്രയേലിന്റെ രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക, അന്താരാഷ്ട്ര മേഖലകളിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഹമാസിനെ ഇല്ലാതാക്കുക എന്നത് കേവലം സൈനിക ശക്തി കൊണ്ട് മാത്രം സാധ്യമാവുന്ന ഒന്നല്ല, മറിച്ച് അതിന്റെ പ്രത്യയശാസ്ത്രം അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ വേരൂന്നിയതുമാണ്. ഈ നീക്കം ഇസ്രയേലിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു വിഷയവുമാണ്.